സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ തത്വചിന്തയുള്ള സത്തുക്കളിലെല്ലാം മുത്തായി വിളങ്ങുന്ന സദ്ഗുരുവേ തത്വചിന്തയുള്ള സത്തുക്കളിലെല്ലാം മുത്തായി വിളങ്ങുന്ന സദ്ഗുരുവേ ആദിപരാപരൻ ആരിലും വാഴുന്ന ആദിപരാപരൻ ആരിലും വാഴുന്ന ആരാധ്യരൂപനായി വാഴുന്നു താൻ ആരാധ്യരൂപനായി വാഴുന്നു ശുഭാനന്ദം ആത്മബോധോദയം ശുഭാനന്ദം ആത്മബോധോദയം സുഖം തന്ന ഗുരുവരനെ ഒരിക്കലും മറക്കുവാൻ
അനുഭവനിധിയാകുന്ന ജഗദീശ്വരൻ സർവസമ്പൂർണ്ണ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് സർവാത്മാക്കളെയും ദർശിക്കുവാനും അനുഗ്രഹിക്കുവാനും ആനന്ദിപ്പിക്കുവാനും രൂപപ്പെടുത്തി നിയമിച്ച് നിലനിർത്തിയിരിക്കുന്ന നമ്മുടെ ആരാധന. സർവാത്മാക്കളെയും ദർശിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി കരുണാനിധി നിയമിച്ച നിയമമാണ്. ഇതിൻ്റെ ഓരോ നിമിഷങ്ങളും ആ അനുഗ്രഹത്തെ നിറച്ചു വെച്ചിരിക്കുന്നത്. വർഷങ്ങളായി ഈ ആരാധന ആരംഭിച്ച സമയം മുതൽ ഈ ഞായറാഴ്ച വരെയുള്ള സർവ ഞായറാഴ്ചകളും സർവ ആരാധനകളും സർവശക്തിയുടെ ആ ദിവ്യമായ അനുഗ്രഹത്തെ വന്മഴ പോലെ ആത്മാക്കളിലേക്ക് വർഷിച്ച് ആത്മലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ അമൃതവർഷത്തെ, ആനന്ദവർഷത്തെ, അനുഗ്രഹ വർഷത്തെ സ്വീകരിക്കുവാൻ ആത്മലോകം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതിനാണ് ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള 6 ദിവസങ്ങൾ ജഗദീശ്വരൻ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ജീവിച്ച്, നിയമാനുഷ്ഠാനങ്ങളിൽ കൂടി ജീവിച്ച് ശുദ്ധവൃത്തിയോടുകൂടി ആരാധനയ്ക്ക് വേണ്ടി എത്തുവാൻ ആത്മലോകത്തെ അറിയിച്ചിരിക്കുന്നു. അതും നിയമമാണ്. തന്റെ നിയമത്തിൽ കൂടിയാണ് താൻ ലോകത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമം നിലവിളക്കാണ്, അഥവാ പ്രകാശമാണ്. ആ പ്രകാശത്തിൽ കൂടി അല്ലാതെ ഒരാത്മാവിനെ കലിയുഗത്തിൽ ജീവിക്കുവാൻ സാധ്യമല്ല. കലിയുഗത്തിലെ സമ്പൂർണ്ണ മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ വന്ന ഖഡ്യാവതാരം തന്റെ സമ്പൂർണ്ണ ജ്ഞാനമാകുന്ന തിരുഹൃദയത്തെ തുറന്നു തന്റെ നിഷ്കളങ്ക ജ്ഞാനത്തെ ആത്മാക്കളിലേക്ക് ഉപദേശിച്ച ആ ജ്ഞാനപ്രഭയിൽ ആത്മലോകം ജീവിക്കുവാൻ വേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ് കൃത്യമായ നിയമ അനുഷ്ഠാനങ്ങളിൽ കൂടി. ആ നിയമത്തെയാണ് നമ്മൾ പാലിക്കുന്നത്. അത് ആത്മാവിന്റെ വെളിച്ചത്തിന് വേണ്ടിയാണ്, ആത്മാവിന്റെ തെളിച്ചത്തിന് വേണ്ടിയാണ്, ആത്മാവിന്റെ ആനന്ദത്തിന് വേണ്ടിയാണ്. അപ്രകാരം നിയമിച്ചിരിക്കുന്ന ഈ ആരാധനയിൽ ഇന്നത്തെ ഈ ലോകത്തിന്റെ പരിസ്ഥിതി അനുസരിച്ച് ഭക്തലോകത്തിന് എത്തിച്ചേരാൻ നിർവാഹമില്ലെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വളരെ വിദൂരങ്ങളിൽ നിന്ന് പോലും സന്താനങ്ങൾ എത്തിച്ചേർന്ന് ദർശനം ചെയ്യുകയും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കരുണാനിധി സ്വീകരിക്കും, അതിന് യാതൊരു സംശയവും. അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് അർപ്പിക്കുന്നത്. ഈശ്വരൻ സ്വീകരിച്ച് ആത്മലോകത്തെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് വീണ്ടും അർപ്പിക്കാൻ ഉണ്ടാകുന്നതും അതിനുള്ള മനസ്സ് തോന്നിപ്പിക്കുന്നത്. വളരെ രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർ, മരണത്തോട് മല്ലിട്ട് കഴിഞ്ഞിരുന്നവർ, ഈ പുതിയ കൊറോണ എന്ന COVID-19 രോഗം ബാധിച്ച് മരണത്തോട് മല്ലിട്ട് കഴിഞ്ഞിരുന്നവരൊക്കെ അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് സന്തോഷചിത്തന്മാരായി സന്നിധാനത്തിലെത്തി നേർച്ച കാഴ്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കരുണാനിധി അതെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. കരുണയോടുകൂടി സ്വീകരിക്കുന്നത് കൊണ്ടാണ് സൽഫലം ഉണ്ടാകുന്നത്. ഒരു നേർച്ച എത്ര വിദൂരത്ത് നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ എത്തി ആ കാര്യം സാധിച്ചവരെ അനുഗ്രഹിക്കുന്നത് കരുണാനിധി അത് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ആ സ്വീകരണം അത് നടക്കണമെങ്കിലും നമ്മുടെ ഹൃദയം ഒരുങ്ങണം. പണ്ട് നമ്മുടെ ഇവിടെ വളരെ പ്രമുഖനായിരുന്ന ഒരു വ്യക്തി ഭഗവാൻ തിരുമേനി 2ാം തിരുശരീരത്തിൽ വാഴുന്ന കാലത്ത് ഭഗവാന്റെ അരുമ ശിഷ്യ സന്താനമായി നമ്മുടെ വിവേകാനന്ദ സ്വാമിയോടൊപ്പം പലയിടങ്ങളിൽ പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യങ്ങൾക്കും പോയിക്കൊണ്ടിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ നാണുസ്വാമി എന്നാണ് വിളിക്കുന്നത്. സ്വാമി പേര് ചേർത്താണ് വിളിക്കുന്നത്, പക്ഷേ വെള്ളവസ്ത്രമാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന ഉണ്ടായി.
അപ്പോൾ ഭഗവാൻ തിരുമേനി സ്നാനത്തിന് വേണ്ടി വസ്ത്രം മാറി ഒരു ചെറിയ തോർത്ത് മാത്രം എടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് കയറുമ്പോഴാണ് ആരോ ചെന്ന് പറഞ്ഞു, നാണുസ്വാമിക്ക് സുഖമില്ല, നെഞ്ചുവേദനയാണ്. പെട്ടെന്നൊരു മുണ്ടെടുത്തെടുത്ത് ഒരു നേരിയതും പതിച്ചുകൊണ്ട് ഈ നാണുസ്വാമി ഇരിക്കുന്ന മുറിയിലേക്ക് ഭഗവാൻ ഓടിച്ചെല്ലുകയും, ഇല്ല സ്വാമിക്കൊന്നുമില്ല, ആശുപത്രി വരെ പോയിട്ടിന് പോരെ എന്ന് പറഞ്ഞയക്കുകയും, അവിടെ ചെന്നപ്പോൾ ഡോക്ടർ അതുപോലെ തന്നെ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പവുമില്ല, ഇതൊന്ന് കഴിച്ചു, ഒരു ഗുളിക 2-3 ദിവസം കഴിച്ചേ, ഒരു കുഴപ്പമില്ല. അതികഠിനമായ നെഞ്ചുവേദന വന്ന് അവിടെ നിലത്ത് കിടന്നുരുളുകയായിരുന്നു. അടുത്ത് കണ്ടുകൊണ്ട് നിന്നവരെല്ലാം വിചാരിച്ചു തീർന്നു, അവസാനത്തെ പരിപാടിയാണെന്ന് വിചാരിച്ചതാണ്. അവിടെ നിന്ന് ഭഗവാന്റെ ആ ശബ്ദം കൊടുത്ത് രക്ഷിച്ചു. അവിടെ നിന്ന് തിരികെ വീണ്ടും സ്നാനത്തിനായി വന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ നാണുസ്വാമിയെ രക്ഷിക്കാൻ എനിക്ക് എളുപ്പമാണ്, അദ്ദേഹം നിയമത്തിൽ ജീവിക്കുന്ന ആളാണ്. എൻ്റെ നാണുസ്വാമിയെ രക്ഷിക്കാൻ എനിക്ക് എളുപ്പമാണ്, അദ്ദേഹം നിയമത്തിൽ ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് സ്വാമിക്ക് ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ എന്താണ് ആവശ്യം? നാമം ഗുരുവാകുന്നു, നിയമം വിളക്കാകുന്നു. രാവിലെ പ്രഭാതത്തിൽ നമ്മുടെ മുറിയിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിവേകാനന്ദ സ്വാമി എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് മുറിയിലേക്ക് പോയി. പ്രാർത്ഥനയുടെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോയി. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. മുറിയിൽ ചെന്നപ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടായി. പെട്ടെന്ന് നമ്മുടെ സോമഭക്തൻ പോയി കണ്ടു. പെട്ടെന്ന് ഇവിടെ വന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മുറിയിലേക്ക് പോയി. അവിടെ ചെന്ന് സ്വാമിയെ കണ്ടു. ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു, അവിടെ വരെ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് പോലെ, കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ സ്വാമി സാധാരണ കാണുന്ന ഡോക്ടറെ അടുത്ത് പോയി ഒന്ന് കണ്ടു. അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സ്വാമി പേടിക്കണ്ട. അന്ന് വന്ന് നമ്മുടെ ആരാധനയിൽ സാധാരണയേക്കാൾ കൂടുതൽ ശക്തിയോടെ ഞാൻ പറയുന്നതെല്ലാം പകർത്തി പറഞ്ഞ് സ്വാമി ആ ദിവസവും മുടക്കം കൂടാതെ കഴിഞ്ഞു. നാമം ഗുരുവാകുന്നു, നിയമം വിളക്കാകുന്നു. രക്ഷിപ്പാൻ ഈശ്വരൻ കൂടെയുണ്ട്, ഉള്ളും പുറവുമായി കൂടെയുണ്ട്. എന്തെല്ലാം ദുഃഖങ്ങൾ വരേണ്ട സമയത്ത്, എന്തെല്ലാം ദോഷങ്ങൾ വരേണ്ട സമയത്ത്, മരണം പോലും സംഭവിക്കേണ്ട സമയത്ത് നിന്ന് ആ തൃക്കരം പിടിച്ചുയർത്തി വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ കഴിവുള്ള രക്ഷകനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇപ്രകാരം രക്ഷിപ്പാൻ ലോകത്തിലാരുമില്ല. കൺമറയിടാതെ, ഹൃദയത്തെ ദുഷിപ്പിക്കാതെ, മനസാക്ഷിയെ വഞ്ചിക്കാതെ, കൃത്യവിലോപം കാട്ടാതെ, നിയമം പാലിച്ചുകൊണ്ട് നാമം സ്തുതിച്ചാൽ ഈശ്വരൻ നിങ്ങളോടുകൂടി സർവ്വതാ ഉണ്ടായിരിക്കും. അവിടെ
ആശ്രയവും ആരാധനയും ഉറപ്പിച്ചുകൊണ്ട് ജീവിതം ചെയ്യുമ്പോൾ സർവദാ ഈശ്വരൻ രക്ഷകനായി കൂടെയുണ്ടാകും. അത് നമുക്ക് അനുഭവമാകുവാൻ വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം ഈശ്വരൻ ദാനം ചെയ്തിരിക്കുന്നത്. നിയമം പാലിക്കുക, കൃത്യനിഷ്ഠയോടുകൂടി പാലിക്കുക. സർവശക്തി ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ അകത്തും പുറത്തും ഇരിക്കുന്നവരെയും ഈ ദേശത്തും വിദേശത്തുമായിരിക്കുന്നവരെയും ഈ സമയം ഈശ്വരന്റെ തിരുനടനം എല്ലാ ഹൃദയങ്ങളിലേക്കും അനുഭവപ്പെടുവാൻ തക്ക വിധത്തിൽ കരുണാനിധി ഏവരെയും ദർശിച്ച് അനുഗ്രഹിക്കുവാനാകട്ടെ. കലിയുഗത്തിലെ അവതാരം, കളങ്കം മാറ്റും അവതാരം, കലിയുഗത്തിലെ അവതാരം, കലിയുഗത്തിലെ അവതാരം, കളങ്കം മാറ്റും അവതാരം, കലിയുഗത്തിലെ അവതാരം, കളങ്കം മാറ്റും അവതാരം. നിഷ്കളങ്ക ജ്ഞാനമോനി അഗ്നിയായി വാഴുന്നു, നിഷ്കളങ്ക ജ്ഞാനമോനി അഗ്നിയായി വാഴുന്നു. കലിയുഗത്തിലെ അവതാരം, കളങ്കം മാറ്റും അവതാരം, കലിയുഗത്തിലെ അവതാരം, കളങ്കം മാറ്റും അവതാരം. നിഷ്കളങ്ക ജ്ഞാനമോനി അഗ്നിയായി വാഴുന്നു, നിഷ്കളങ്ക ജ്ഞാനമോനി അഗ്നിയായി വാഴുന്നു. നിഷ്കളങ്ക ജ്ഞാനമോനി അഗ്നിയായി വാഴുന്നു, നിഷ്കളങ്ക ജ്ഞാനമോനി അഗ്നിയായി വാഴുന്നു. പാപരാത്രി മാറ്റുന്നു പാപപരിഹാരത്തെ, പാപരാത്രി മാറ്റുന്നു പാപപരിഹാരത്തെ, പാപരാത്രി മാറ്റുന്നു പാപപരിഹാരത്തെ, പാപരാത്രി മാറ്റുന്നു പാപപരിഹാരത്തെ. പരന്മാരിലെല്ലാം കരുണയോടെ ദാനം ചെയ്തു വാഴുന്നു, പരന്മാരിലെല്ലാം കരുണയോടെ ദാനം ചെയ്തു വാഴുന്നു. പാപരാത്രി മാറ്റുന്നു പാപപരിഹാരത്തെ, പാപരാത്രി മാറ്റുന്നു പാപപരിഹാരത്തെ. പരന്മാരിലെല്ലാം കരുണയോടെ ദാനം ചെയ്തു വാഴുന്നു, പരന്മാരിലെല്ലാം കരുണയോടെ ദാനം ചെയ്തു വാഴുന്നു. നിഷ്കളങ്ക ജ്ഞാനമാണ് ഖഡ്ഗിയായി തിരുവവതാരമായി വന്നിരിക്കുന്നത്. നിഷ്കളങ്ക ജ്ഞാനം എന്നത് തന്റെ തനിരൂപമാണ്, അഥവാ സ്വരൂപമാണ്. ആ സ്വരൂപത്തിലേക്ക് ചേർക്കുവാനാണ് ഈ നിഷ്കളങ്ക ജ്ഞാനം ഉപദേശിക്കുന്നത്. ആ നിഷ്കളങ്കാവസ്ഥയിൽ നിന്നാണ് സർവ്വതും ഉണ്ടായി വന്നത്. ഈ ലോകത്തിൽ വന്ന് ജന്മമെടുത്ത് വിവിധ കർമ്മങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ നരകത്തിൽ നിന്ന് എടുത്ത് നിലനിർത്തിയിരിക്കുന്ന സൃഷ്ടിലോകമാകയാൽ പലവിധ പോരായ്മകളും കളങ്കങ്ങളും ആത്മാവിലേക്ക് ഭവിച്ചുപോയി. തന്നെയുമല്ല, ആത്മാവിന്റെ അധിവാസത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ശരീരവും ഈ നരകത്തിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആത്മാവ് കളങ്കത്തിൽ പെട്ടുപോയി. ആ കളങ്കത്തിൽ നിന്ന് വീണ്ടെടുത്ത് ആ തനിരൂപത്തിലേക്ക് ചേർക്കുവാൻ, നിഷ്കളങ്കത്വത്തിലേക്ക് ചേർക്കുവാൻ നിഷ്കളങ്ക ജ്ഞാനം ഉപദേശിച്ചുകൊണ്ട് ഖഡ്ഗി പ്രത്യക്ഷമായി വാഴുകയാണ്. പലയിടങ്ങളിലും പല ആളുകളിലും ഈ ഖഡ്ഗിയാണ് എന്ന് പറയുമ്പോൾ വളരെ ആക്ഷേപം തോന്നുന്നവരുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പുരാണങ്ങളിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഖഡ്ഗി ജനിക്കുന്ന സ്ഥലം പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, വരുന്ന വാഹനം കുതിരയാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞത് കണ്ടും കേട്ടും പഠിച്ചും ആത്മാവിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ആ ചിത്രമല്ലാതെ മറ്റൊരു വസ്തുവിനെ ഖഡ്ഗിയായി അംഗീകരിക്കാൻ കഴിയും. ആ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രത്തിൽ കാണുന്നതല്ലാതെ ഒരു രൂപത്തെയും ഖഡ്ഗിയായി അംഗീകരിക്കാൻ ഇവരാരും ഒരുങ്ങുകയില്ല. അംഗീകരിക്കാൻ തോന്നുകയില്ല. കാരണം ആ ചിത്രം അവരുടെ ഉള്ളിൽ പതിഞ്ഞു. ആ പുരാണത്തെ അവർ സ്നേഹിച്ചു പോയി. ആ പുരാണത്തെ അവർ ആദരിച്ചു പോയി. അതിനെ അംഗീകരിച്ചു പോയി. പക്ഷേ ഖഡ്ഗി എന്നുള്ളത് നിഷ്കളങ്ക ജ്ഞാനമാണ് എന്ന സത്യം ഒരു വേദാന്തിയല്ല. വേദാന്തവേദ്യനാകുന്ന ഈശ്വരൻ, സർവവേദങ്ങളുടെയും കാതലായ രൂപം പ്രത്യക്ഷമായി നിന്നുകൊണ്ടാണ് ഖഡ്ഗിയുടെ രൂപത്തെ ഇതാ ആത്മലോകത്തിലേക്ക് വരച്ചു ചേർക്കുന്നത്. നിഷ്കളങ്ക ജ്ഞാനം ഖഡ്ഗിയായി വന്നിട്ട് മർത്യരെ രക്ഷിക്കുന്നു. മർത്യരെ രക്ഷിക്കുന്നു.
നിഷ്കളങ്ക ജ്ഞാനസ്വരൂപനെ ഗുരുവായി വരിച്ച് സൽക്കർമ്മമാകുന്ന മാർഗത്തിലൂടെ ജീവിതം ചെയ്യുമ്പോൾ ആ ആത്മാവ് നിഷ്കളങ്കാത്മാവായി മാറുന്നു. ആ നിഷ്കളങ്കാത്മാവിലാണ് നിത്യാനന്ദ രൂപന്റെ അധിവാസം. ആ നിത്യാനന്ദമാണ് സാക്ഷാൽ ഖഡ്ഗി. അങ്ങനെ ആത്മാവിലേക്ക് നിഷ്കളങ്ക ജ്ഞാനം ഉപദേശിച്ച് സൽക്കർമ്മ മാർഗങ്ങളിലൂടെ ഖഡ്ഗിയുടെ രൂപത്തെ ആത്മാവിൽ തെളിയിക്കുവാൻ അവതാരമായി വന്ന ഗുരുവാണ് ശുഭാനന്ദ ദിവ്യരൂപം. ഇത് ആത്മാവ് കൊണ്ട് അറിയണം. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് ആക്ഷേപിച്ചാൽ അത് കേട്ട് തലകുലിക്കുകയല്ല വേണ്ട. അങ്ങനെ ഖഡ്ഗി എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ എന്നൊരാൾ പറഞ്ഞാൽ അങ്ങനെ പലരും പല വിധത്തിൽ പറയുമല്ലോ. ബഹുജനം പല വിധമെന്നാണ്. അങ്ങനെ അവരവരുടെ അറിവിനനുസരിച്ച് ഓരോരുത്തർ ഓരോ വിധത്തിൽ വിലയിരുത്തുമ്പോ ഈ അറിവ് ഗ്രഹിച്ച് ഈ അറിവിൽ കൂടി ജീവിച്ച് ഇതിന്റെ പരമോന്നതമായ അവസ്ഥകളെ പ്രാപിച്ച് ആ പരമാനന്ദത്തിൽ കഴിയുന്ന ഒരാത്മാവിന് പോലും ആ നിന്നയോട് ഒത്തുനിന്ന് നിന്ദിക്കുവാൻ കഴിയില്ല. അതിനോട് ചേർന്ന് ഒരു വാക്കുപോലും പറയാൻ കഴിയില്ല. എതിർക്കാൻ കഴിയുന്നതാണെങ്കിൽ എതിർക്കും, ഇല്ലെങ്കിൽ അവിടെ ഒന്ന് ഒഴിഞ്ഞു മാറും. കാരണം എന്താണ്? സത്യം കണ്ണുകൊണ്ട് കണ്ടറിയുകയാണ്, സത്യം കാതുകൊണ്ട് കേട്ടറിയുകയാണ്, ആ സത്യം സ്പർശിച്ചറിയുകയാണ്, ആ സത്യം അറിവ് കൊണ്ട് അനുഭവിക്കുകയാണ്. അങ്ങനെ അറിവായി അനുഭവമായി ആത്മാവിൽ ആത്മനാഥൻ സുഖത്തെ പ്രദാനം ചെയ്തുകൊണ്ട് വാഴുമ്പോൾ മറക്കയില്ല ഒരു നിമിഷം പോലും, ഒരു നിമിഷം പോലും തള്ളിപ്പറയാൻ തോന്നുകയില്ല. ലോകത്തിലെ എന്തെല്ലാം നശിച്ചാലും ഞാൻ സമ്പാദിച്ചു വെച്ചതൊക്കെ നഷ്ടപ്പെട്ടാലും എന്റെ ബന്ധുജനങ്ങളെല്ലാം എന്നെ വെറുത്താലും ഭാര്യപുത്രാദികൾ പോലും നഷ്ടപ്പെട്ടാലും ഗുരുവിനെ വിട്ട് ഞാൻ ചിന്തിക്കുകയില്ല. എന്റെ ഗുരു കർമ്മമല്ലാതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് പരിപൂർണമായി തീരുമാനിക്കുവാൻ ഒരാത്മാവിന് കഴിയണം. അവന് മാത്രമേ ഗുരുവിനെ കാണാനുള്ള കഴിവുണ്ടായിട്ടുള്ളൂ എന്ന് ഞാൻ കരുതും. അതാണ് അതിന്റെ സത്യം. അപ്രകാരം ഗുരുവിനെ അറിഞ്ഞവർ, ആ ഗുരുകർമ്മങ്ങളെ സ്വീകരിച്ചവർ, നിയമമാകുന്ന വെളിച്ചത്തിൽ ജീവിക്കുന്നവർ ഒരു കാലത്തും ഗുരുവിനെ തള്ളിപ്പറയുകയില്ല. ഇന്ന് പല ആളുകളിലും സംഭവിക്കുന്നത് ബഹുജനങ്ങൾ കൂടി പലത് പ്രഖ്യാപിക്കുമ്പോ പണ്ടൊരാൾ ആടിനെയും കൊണ്ട് പോയപ്പോ വഴി കണ്ട ഒരാൾ ചോദിച്ചു പട്ടിയെ കൊണ്ട് ഇവിടെ പോവുക. ആദ്യത്തെ ആളിനോട് ഇത് പട്ടിയല്ല ഇത് ആടാണെന്ന് പറഞ്ഞു. അന്ന് കുറച്ചു ദൂരം വീണ്ടും പോയപ്പോ വീണ്ടും ഒരാൾ പറഞ്ഞു ഈ പട്ടിയെ കൊണ്ട് ഇവിടെ പോവാ. അപ്പോഴും പറഞ്ഞു ഇല്ല ഇത് പട്ടിയല്ല ആടാണ്. അങ്ങനെ ഒരു 5-8 പേര് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞു. ഈ കയറും പിടിച്ചു പോകുന്ന ഈ ആടിന്റെ ഉടമസ്ഥനെ ഒരു സംശയം, പട്ടിയാണോ? അപ്പൊ തിരിഞ്ഞൊന്ന് നോക്കി ആട് തന്നെയാണ്. എങ്കിലും ആ സംശയം അങ്ങ് ബലപ്പെട്ടു. ഈ ആടിനെ അഴിച്ചുവിട്ടു, അങ്ങ് പറഞ്ഞു വിട്ടു. അത് ഇഷ്ടമുള്ളിടത്തോളം പൊയ്ക്കോളാൻ അതിനെ ഉപേക്ഷിച്ചു. അങ്ങനെയല്ല ഗുരുശിഷ്യബന്ധം. ഗുരുശിഷ്യബന്ധം എന്ന് പറയുന്നത് ഏകാത്മാവാകുന്ന പരമാത്മാവും തന്റെ ജീവാത്മാവും തമ്മിലുള്ള ബന്ധമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അറിവിലെത്തിയില്ല എന്നാണ്, ഗുരുവിനെ അറിഞ്ഞില്ല എന്നാണ്. അറിവിൽ കൂടി ഗുരുവിനെ അനുദിനം സേവിച്ച് ആനന്ദത്തിൽ നീ എത്തിച്ചേരണം.
പുരുഷൻ, അമാനുഷികൻ, ആനന്ദവല്ലഭൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പുകഴ്ത്തി പാടുമ്പോ ഈ മഹാസത്യം അറിയാതെ എത്രമേൽ സ്തുതിച്ചാലോ, എന്തെല്ലാം നേർച്ചകൾ അർപ്പിച്ചാലോ, ഏതെല്ലാം വിധത്തിൽ സന്തോഷിപ്പിച്ചാലോ അത് ശാശ്വതമായി നിലനിൽക്കുകയാണ്. അറിവിന്റെ പരിപൂർണ രൂപനാണ് ഗുരു എന്ന് അകതാരിൽ അറിയണം. ആ അറിവിൽ കൂടി നീ ജീവിക്കണം. അറിയിച്ച അറിവ് നിന്റെ ആത്മാവിൽ അറിവായി വരണം. ആ അറിവ് കർമ്മത്തിൽ കൂടി നിന്നിൽ അനുഭവമാകണം. ആ കർമ്മ അനുഭവം നിന്നിൽ ആനന്ദമായി നിലകൊള്ളണം. ആ ആനന്ദത്തിൽ കൂടി മാത്രമേ ഈ സ്ഥിരമായ അല്ലെങ്കിൽ ശാശ്വതമായ ബന്ധം നിലനിൽക്കുകയുള്ളൂ. ഇന്ന് മനുഷ്യലോകം ആഗ്രഹിക്കുന്നത് ഒരു മജീഷ്യനെയാണ് ഗുരുവായി അന്വേഷിക്കുന്നത്. ഒരു മാന്ത്രികനെ അല്ലെങ്കിൽ ഒരു മജീഷ്യനെ, മാജിക്ക് കാണിക്കുന്ന ഒരാളിനെ ആണ് പലരും ഗുരുവായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പല അത്ഭുതങ്ങൾ കാണിക്കുക, പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ നടത്തുക. ആർക്കും കർമ്മം ചെയ്യാൻ ഇഷ്ടമല്ല. അറിവ് കൊടുത്താൽ അതിനനുസരിച്ച് കർമ്മിക്കാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് എന്താണ് ഫലം? കിട്ടേണ്ടുന്ന ഫലം കിട്ടാതെ പോകും. ഈ അറിവിന്റെ കർമ്മഫലമായി നിന്നിൽ ലഭിക്കേണ്ടുന്ന ആനന്ദം നിനക്ക് നഷ്ടമായി പോകും. എന്തുകൊണ്ടാണത്? നീ കർമ്മം ചെയ്തില്ല, നീ കർമ്മ വിമുഖനായി പോയി. ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ പോയാൽ വരേണ്ട ഭാഗ്യം വരാതെ പോകും. ആദ്യമേ അറിയിച്ച് അനുഭവപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അറിവിൽ കൂടി അനുദിനം വളരുവാനും ആ കർമ്മത്തിൽ കൂടി ഗുണഫലങ്ങളെ അനുഭവിക്കുവാനും ഈശ്വരനുമായി ചേർന്ന് ജീവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥമായ ഗുരുശിഷ്യ ബന്ധം. ആ അത്ഭുതങ്ങൾ അപ്പോഴാണ് സംഭവിക്കേണ്ടത്. അത്ഭുതങ്ങൾ സംഭവിക്കും. അത് ആത്മാവിൽ സംഭവിക്കണം. പുറമേ ഉള്ള ഒരു വസ്തു ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് അത്ഭുതമായി എത്തിച്ചാൽ ഒരു മാന്ത്രികന്റെ അല്ലെങ്കിൽ ഒരു മജീഷ്യന്റെ കോട്ടിന്റെ ഉള്ളിൽ നിന്ന് മാജിക്കുകാരന്റെ കോട്ടിൽ നിന്ന് ഒരു പ്രാവിനെ എടുത്ത് ഉയർത്തി കാണിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കോട്ടിനുള്ളിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരുന്നതാണ്. മനുഷ്യ നേത്രങ്ങളുടെ മുന്നിൽ ഒരു മറയിട്ടുകൊണ്ട് അതിനെ പെട്ടെന്ന് എടുക്കാനുള്ള കഴിവാണ് അദ്ദേഹം ആർജിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മജീഷ്യനായത്. പക്ഷേ ആ വസ്തു നമുക്ക് ഉപയോഗപ്പെടുന്നതാണ്, നമുക്ക് വേണ്ടി തരികയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ വീണ്ടും ആ മജീഷ്യനെ അന്വേഷിച്ചു പോകേണ്ടി വരും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വസ്തുവിനെ അത്ഭുതമായി നമ്മൾ കണ്ടെടുത്താൽ, അല്ലെങ്കിൽ അതാണ് ഒരു അത്ഭുതമെന്ന് നമ്മൾ കരുതി ജീവിച്ചാൽ, അതൊക്കെ നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. നമുക്ക് നടക്കേണ്ടുന്ന അത്ഭുതം, അത്ഭുത പുരുഷനാകുന്ന ഈശ്വരൻ ഈ ഭൂമിയിൽ ഇതാ അത്ഭുത പുരുഷനായി വാഴുന്നു. അത്ഭുതമായി വന്ന അവതാരമായി നിലകൊള്ളുന്നു. അത്ഭുതമായ ജ്ഞാനങ്ങൾ ആത്മാവിലേക്ക് അവതരിപ്പിക്കുന്നു. ഒരു കാലത്തും ഒരവതാരങ്ങളും വെളിപ്പെടുത്തിയിട്ടില്ലാത്തതും സൃഷ്ടി ഉത്ഭവ കാരണ രഹസ്യങ്ങളും അത്ഭുതമായി ആത്മാവിലേക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അറിവിനെ സ്വീകരിച്ച് സൽക്കർമ്മമാർഗത്തിൽ കൂടി ജീവിച്ച് നീ ജീവിതം ചെയ്യുമ്പോൾ ഒരു സാധാരണക്കാരനായി ലോകത്ത് ജീവിക്കുന്ന
നിന്റെ ആത്മാവിൽ ഒരു സാധാരണക്കാരനായി ലോകത്തിൽ ജീവിക്കുന്ന നിന്റെ ആത്മാവിൽ ആ ദൈവത്തിന്റെ അധിവാസമാണ് അത്ഭുതമായി നീ കാണേണ്ടത്. ദൈവത്തിന്റെ അധിവാസമാണ് അത്ഭുതമായി നീ അത് കാണേണ്ടത്. നിനക്ക് കാണാൻ കഴിയും. അത് നീ കാണാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഏറ്റവും വലിയ ആത്മാവിൽ ഈശ്വരനെ കാണുന്നതാണ് അത്ഭുതമേ. 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 ആത്മാവിൽ ഈശ്വരനെ
അത്ഭുതമാണ്. ഏറ്റവും വലിയ അത്ഭുതമാണ് ആത്മാവിലേക്ക് ഈശ്വര രൂപത്തെ അഥവാ ദൈവരൂപത്തെ കാണുക എന്നുള്ളത്. ആത്മാവിലേക്ക് അല്ലെങ്കിൽ ഈശ്വര രൂപത്തെ ദൈവരൂപത്തെ കാണുക എന്നുള്ളത്. അതിൽ കവിഞ്ഞ ഒരു അത്ഭുതവും ലോകത്തിലില്ല. അതിൽ കവിഞ്ഞ ഒരു അത്ഭുതവും ലോകത്തിൽ. അല്ലാതെ അത്ഭുതമായി കാണുന്ന ഒന്നും ഒരു അത്ഭുതമല്ല. അത്ഭുതമായി കാണുന്ന ഒന്നും ഒരു അത്ഭുതമല്ല. വലിയ അത്ഭുതമായി കണ്ടുകൊണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുകൊണ്ടിരുന്ന പലതും വലിയ വർഷങ്ങൾക്ക് മുമ്പ് വലിയ അത്ഭുതമായി കണ്ടുകൊണ്ടിരുന്ന പലതും ഇന്ന് ലോകത്തിൽ നിലവിലില്ല. ഇന്ന് ലോകത്തിൽ നിലവിലില്ല. ഒരു ചെറിയ വെള്ളപ്പൊക്കമോ ഒരു ഭൂമി കുലുക്കമോ ഒരു സുനാമിയോ എന്തെങ്കിലും ഒന്ന് വന്നാൽ ഇതെല്ലാം നശിച്ചു പോകും, നഷ്ടമായി പോകും. കാരണം എന്താണ്? അത് നശ്വര ലോകത്തിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. സ്വയമേ ഉണ്ടായി വന്നതായാലും മനുഷ്യ നിർമ്മിതമായിട്ട് ഉണ്ടാക്കിയതായാലും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. കാരണം ഈ നരകത്തിൽ നിന്ന് ഈശ്വരൻ തന്റെ സൃഷ്ടിലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ലോകമാണിത്. ആ സൃഷ്ടിലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഉണ്ടായ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ഉണ്ടായതാണ്. ആ ഉൾക്കൊണ്ടുകൊണ്ട് കാണുന്ന കാഴ്ചയാണ് ശാശ്വതമായുള്ളത്. ആ ശാശ്വതമായ കാഴ്ചയെ, ആ ശാശ്വതമായ വാഴ്ചയെ, ആ ശാശ്വതമായ ആനന്ദത്തെ ആത്മാവിൽ അനുഭവപ്പെടുത്തുവാൻ അത്ഭുത പുരുഷൻ പ്രത്യക്ഷമായി ലോകത്തിൽ വന്നു നിന്നുകൊണ്ട് ഇതൊരു ആത്മാവിലേക്ക് അനുഭവപ്പെടുത്തുമ്പോൾ എന്റെ കളങ്കം നീക്കുവാൻ എന്നിലുള്ള കലിയെ ഉന്മൂലനാശം വരുത്തുവാൻ, എന്നിൽ അടങ്ങി മറഞ്ഞിരുന്ന അന്ധകാരങ്ങളെ ഒഴിവാക്കുവാൻ, എന്നിലേക്ക് ദിവ്യ വെളിച്ചത്തെ പ്രദാനം ചെയ്ത എന്റെ ഗുരു, എന്നിൽ ആനന്ദിക്കുന്ന എന്റെ ഗുരു അത് കലിയുഗ ഖഡ്ഗിയാണെന്ന് എവിടെ നിന്നും വിളിച്ചു പറയുവാൻ ആ ചങ്കൂറ്റ ഒരാത്മാവിൽ ഉണ്ടാകണം, ആ മനഃശക്തി ഉണ്ടാകണം, ആ അറിവിലേക്ക് ഉയരണം, ആ അനുഭവത്തിലേക്ക് ഉയരണം, ആ ആനന്ദത്തിലേക്ക് ഉയരണം, ആനന്ദത്തിലേക്ക് ഉയരണം. സുഖാനന്ദ ഗുരുദേവൻ ഖഡ്ഗിയാണ്, മനുഷ്യരെ രക്ഷിക്കുവാൻ വന്നതാണ്. മനുഷ്യനാക്കി കൊണ്ടുവന്ന് ആ മനുഷ്യ രൂപത്തിൽ നിന്ന് ഈശ്വര രൂപത്തിലേക്ക് ഉയർത്തി തന്നിലേക്ക് ചേർക്കുവാനാണ് ഖഡ്ഗി അവതാരം വന്നിരിക്കുന്നത്. ഇത് നിസ്സംശയം എവിടെ നിന്നും പ്രഖ്യാപിക്കുവാൻ കഴിയും. കാരണം അവനവന്റെ വീട്ടിലെ കാര്യം പറയുവാൻ അവനവനെ കൊണ്ടേ കഴിയുള്ളൂ. എന്റെ വീട്ടിൽ ഇന്ന സാഹചര്യങ്ങളാണ്, എനിക്ക് ഇത്ര മക്കളുണ്ട്, അവർ ഇന്ന വിധത്തിൽ പഠിക്കുന്നു, എന്റെ വീട്ടിൽ ഇന്ന സാധന സാമഗ്രികളുണ്ട്, ഇന്ന വിധത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. അതൊരു കുടുംബനാഥൻ എന്ന് പറയുന്നത് പോലെ അയലത്ത് താമസിക്കുന്ന ഒരാളിന് പറയാൻ കഴിയും. അല്ലെ അദ്ദേഹത്തിനോട് ചിരപരിചിതനായ ഒരാളിനും സാധ്യമല്ല. അദ്ദേഹത്തോട് ചിരപരിചിതനായ ഒരാളിനും പറയാൻ സാധ്യമല്ല. കാരണം അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിൻ്റെതാണ്. ഇതുപോലെ പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ഉടമസ്ഥൻ ഇപ്രകാരം പ്രത്യക്ഷമായി വന്നു നിന്നുകൊണ്ട് പരലോക വ്യവസ്ഥകൾ അറിയുന്ന
അല്ലാതെ ഇപ്രകാരം ഉത്ഭവജ്ഞാനങ്ങളെ തെളിയിക്കുവാൻ, പരലോക വ്യവസ്ഥകളെ തെളിയിക്കുവാൻ, പരമാർത്ഥം പറയുവാൻ മറ്റൊരാളിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ അറിവിൽ കൂടി ജീവിക്കുന്ന ആർക്കും, ഈ അനുഭവത്തിൽ ജീവിക്കുന്ന ആർക്കും ഏത് ജനമധ്യത്തിൽ നിന്നുകൊണ്ടും ഉറക്കെ പ്രഖ്യാപിക്കാം, എന്റെ ഗുരുനാഥൻ ദൈവമാണ്, ലോകത്തെ രക്ഷിപ്പാൻ വന്നതാണ്. 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 സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മെ വന്നു, ആത്മലോകത്തെ രക്ഷിച്ചിടുന്നു. നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ലജ്ജ കൂടാതെ യാതൊരു ജാള്യതകളുമില്ലാതെ എന്റെ ഗുരുനാഥൻ ദൈവമാണ് എന്ന് കൃത്യമായി പറയുവാനുള്ള ഹൃദയം ഒരു ആത്മാവ് രൂപീകരിച്ച് നിലനിർത്തിക്കൊള്ളണം. അതൊരാൾ ചോദ്യം ചെയ്താൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായവർക്ക് മറുപടി പറയുവാൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. കൃത്യമായ ഈശ്വരൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഈ കീർത്തിച്ച് ഇപ്പോൾ പാടിയ കീർത്തനത്തിലും അത്
പാടിയിട്ടുണ്ട്. അതുപോലെ അനേകം കീർത്തനങ്ങളുണ്ട്. അതുപോലെ അനേകം പ്രഭാഷണങ്ങളുണ്ട്. അതിലെല്ലാം ഉപരിയായി ജന്മാന്തര ജ്ഞാനത്തിന്റെ ജന്മിയായ ജഗദീശ്വരൻ ഈ ലോകത്തിൽ അവതരിപ്പിച്ച ജന്മാന്തര ജ്ഞാനമുണ്ട്. അവതരിപ്പിച്ചിരിക്കുന്ന ജന്മാന്തര ജ്ഞാനമുണ്ട്. അതുപോലെ മറ്റൊരാളോട് പറയാൻ പറ്റുകയില്ല എങ്കിലും എങ്കിൽ പോലും അത് നിന്റെ ആത്മാവിൽ ഉരുവായി നിന്നുകൊണ്ട് അതിന്റെ പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് നീ പ്രകാശിപ്പിക്കണം. ആ നിഷ്കളങ്ക ജ്ഞാനം നിന്റെ ആത്മാവിന്റെ രൂപമായി പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കണം. നീ നിന്റെ ഗുരുവിന്റെ ജ്ഞാനത്തെ നിന്റെ ആത്മാവ് കൊണ്ട് പ്രവർത്തിച്ച് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കണം. ആ പ്രവർത്തിപ്പിച്ച് പ്രകാശിപ്പിക്കണം. ആ പ്രവർത്തനമാണ് കുറവ്. ആ പ്രവർത്തനമാണ് വിട്ടുപോകരുതാത്തത്. ആ പ്രവർത്തനം ഒരു കാലത്തും നിലയ്ക്കരുത്. അറിവുണ്ട്, ആനന്ദവുമുണ്ട്. പക്ഷേ അത് ഏകോപിക്കണമെങ്കിൽ ആ കർമ്മം ഉണ്ടായിരിക്കണം. അറിവ് സ്വീകരിച്ച് കർമ്മം ചെയ്യുന്നവരിലേക്ക് ആനന്ദം എത്തിച്ചേർന്നുകൊള്ളും. ആ ആനന്ദ സമ്പൂർണനായ ഈശ്വരൻ ആദിയിൽ ആനന്ദം വേണമെന്ന ആഗ്രഹത്തോടുകൂടി ഈ ലോകം ആകെയും സൃഷ്ടി ചെയ്ത ആത്മാവിൽ ആനന്ദമാടുവാൻ അവതാരമായി വന്നിരിക്കുന്നു. ആനന്ദം തരുന്ന ശുഭാനന്ദ ഗുരുവേ, ആനന്ദം തരുന്ന ശുഭാനന്ദ ഗുരുവേ, കർമ്മിച്ച് ആ കർമ്മഫലത്തിൽ കൂടി ആനന്ദിച്ച് ഗുരുവിന്റെ പ്രകാശത്തെ ആത്മലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഈശ്വരൻ കാരുണ്യം ചൊരിയുമാറാകട്ടെ. അതിനുള്ള ശക്തി ദാനം ചെയ്യുമാറാകട്ടെ. അതിനുള്ള പ്രാപ്തി ദാനം ചെയ്യുമാറാകട്ടെ. ഈ പ്രാപ്തിയും ഈ ശക്തിയും ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കുവാൻ അവതാരമായി വന്ന ഗുരുരൂപത്തെ അറിയാതെയും വേണ്ട വിധത്തിൽ ആരാധിക്കാതെയും ജനങ്ങൾ നെട്ടോട്ടമോടിയിരുന്ന ആ സന്ദർഭത്തിൽ, നിന്ദിച്ചും പരിഹസിച്ചും ആക്ഷേപിച്ചിരുന്ന സന്ദർഭത്തിൽ ആ ഗുരുരൂപത്തെയും ഈ ആദർശത്തെയും ഈ തിരുനാമത്തെയും ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുവാൻ അത്ഭുത പുരുഷൻ തിരിച്ചെഴുന്നള്ളി വന്ന തിരിച്ചെഴുന്നള്ളി വന്ന ആ ആനന്ദ നടനമാടിയ ആനന്ദ ഗുരുദേവന്റെ ശുഭാനന്ദ ദിവ്യരൂപത്തിന്റെ പൂർണ്ണ രൂപത്തെ
ലോകത്തെ